എല്ലാവർക്കും ദീപ്താസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള പപ്പടവും ഉള്ളിയൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ചമ്മന്തിയാണ്. പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ ഈ ഒരു ചമ്മന്തി വീട്ടിലുണ്ടാക്കിയിട്ട് പലരും ഇത് കഴിച്ചിട്ടുണ്ടാവും. അങ്ങനെ കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 3 പപ്പടം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചമ്മന്തി തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ 3 പപ്പടം ഒന്ന് വറുത്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ എടുക്കുകയായിരിക്കും നല്ലത്. വെളിച്ചെണ്ണയിലാവുമ്പോൾ ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് വേണ്ടത് വറ്റൽമുളകാണ്. 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഈ ഒരു പപ്പടം കാച്ചി വെളിച്ചെണ്ണയിലാണ് മുളക് വറുത്തെടുക്കുന്നത്. അപ്പോൾ അത് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് കുറച്ച് എണ്ണ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി എണ്ണയിൽ നമുക്ക് ഈ ഒരു മുളക് വറുത്തെടുക്കാം. മുളക് ഞാനിവിടെ വറുത്തെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഒരു 15-16 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറം വരുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഈ ഒരു കളറ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെ അളവ് കൂടിപ്പോരുത്. അപ്പോൾ ചമ്മന്തിയിൽ ഇഞ്ചിയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുക. അതുകൊണ്ട് ചെറിയൊരു ഫ്ലേവർ വരാൻ വേണ്ടി മാത്രമാണ് ഇഞ്ചി ചേർക്കേണ്ട ആവശ്യമുള്ളൂ. ഇഞ്ചി നന്നായിട്ട് മുരിഞ്ഞു പോരുത്. അതുകൊണ്ടാണ് നമ്മൾ പകുതി ഉള്ളി വഴറ്റിയതിന് ശേഷം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഉള്ളിയൊക്കെ ഈ ഒരു കളർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ചൂടാറട്ടെ. ഈ ഒരു സമയം കൊണ്ട് കുറച്ച് തേങ്ങയൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കാം. 1.5 പിടി തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്കിതുപോലെ പപ്പടം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പപ്പടമൊക്കെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചിരകി എടുത്തിട്ടുള്ള 1.5 പിടി തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഉണക്കമുളക് ഇതിലേക്ക് ചേർക്കാം. ഇതുപോലെ മുളക് മുഴുവനായിട്ടില്ലെങ്കിലും മുളക് പൊടിയാണെങ്കിലും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പപ്പടത്തിൽ അത്യാവശ്യം ഉപ്പുള്ളതാണ്. അതുകൊണ്ട് നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മാക്സിമം വെള്ളം ഒഴിക്കാതെ നമ്മൾ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഡ്രൈ ആയിട്ട് തന്നെ നമ്മുടെ ചമ്മന്തി കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നേരത്തെ ഉള്ളി വഴറ്റിയിട്ടുള്ള വെളിച്ചെണ്ണയിൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പില ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും കഞ്ഞിക്കും ഒക്കെ നല്ലൊരു ചമ്മന്തിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.